ഇത് കാണിച്ചേക്കുന്നത് കള്ള പൊറുക്കും ഇവരൊക്കെ ചെയ്ത് ACP വന്നതുകൊണ്ട് അതിൽ തീപ്പെട്ടി കമ്പ് വയ്ക്കുന്ന പോലെ അതിലെ കൂടെ കൊണ്ട് ലാറിയെ കൊണ്ടുവന്ന് തുണിയെല്ലാം കവറെല്ലാം കെട്ടി കൊണ്ടുവന്ന് ACP കയറ്റി അവരിടിപ്പിച്ച് കിണറ് കക്കൂസ് എല്ലാം സകലം നശിപ്പിച്ചിനി ഒന്നുമില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. പുഴുതി പെരയുടെ മണ്ടയ്ക്കൂടിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് സാധനങ്ങൾ എല്ലാം വേണ്ട സാറേ കിടക്കുന്ന തവിട് പൊടിയായിട്ട് ഒന്നും എടുക്കാൻ പോലും ഒരു ഉടുതുണിക്ക് മറുതുണിയില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ അന്തം വിട്ടു. എല്ലാം ഈ മണ്ണിൻ്റെ അടിയിലായിപ്പോയി. ഇതിൽ തന്നെ കിടപ്പുണ്ട്, സാറിന് കാണാം. ഒരു സ്പൂണ് പോലുമില്ല, ഉടുതുണിക്ക് മറുതുണിയുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് അസുഖക്കാരൻ, ഞാൻ ഷുഗർ പേഷ്യൻറ്റ്. ഇന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഒരു ആശുപത്രി ബില്ലെടുക്കാൻ പോലും പൈസ ഇല്ല. ഒരു പേപ്പർ കഷ്ണം എടുക്കാൻ പോലും ഒക്കത്തില്ല. മൊത്തം മണ്ണിൻ്റെ അടിയില്ല. 2 പേര്, ഭാര്യയും ഭർത്താവും 2 പേരേ ഉള്ളൂ. സ്വന്തമായിട്ട് ഞങ്ങൾ 4 ചായ ഒഴിച്ച് ജീവിക്കുന്നു. ഹോട്ടലിൽ നടത്തുന്നുണ്ട്. അതേ ഉള്ളൂ. ഇത് 17 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവ് ഇതിൽ താമസിക്കുന്നതാണ്. ഞാൻ വന്നിട്ട് ഇതിനകത്ത് 8 വർഷമായി. 8 വർഷം ഇതിനകത്ത് ഹോട്ടൽ നടത്തി ജീവിക്കുമായിട്ട് ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തി ജീവിച്ചോണ്ടാണ് ഞങ്ങൾ കഴിയുന്നതല്ല. ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഒന്നുമില്ല ഇതില്ല. ഇത് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ഈ കടയാണ്. ഈ കടയെന്ന് പറഞ്ഞാൽ ഭൂമി മാത്രം അവരുടെ. എൻ്റെ ഭർത്താവ് വെച്ചതാ ഈ കാണുന്ന കട. ഈ കട അവർ ഇടിച്ച് പൊളിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. പോലീസുകാർ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ. എൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ. അവിടെ പോയപ്പോൾ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു 2 പേരും. അപ്പോഴത്തേക്ക് ഈ ദിൽവർ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു, അയാളെ പിടിച്ച് അവിടെ ഇരുത്താൻ. അപ്പോഴത്തേക്ക് വന്ന് ഇത് മൊത്തം അങ്ങ് പൊളിച്ച് ഇടിച്ച് നശിപ്പിച്ചു. ഉടുതുണിക്ക് മറുതുണിയുമില്ല. ഞങ്ങൾ കഞ്ഞി വെച്ചിട്ടാണ് പോയത്. ആ കഞ്ഞി പോലും കുടിക്കാൻ വിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? തല ചായ്ക്കാൻ ഒരിടമില്ല. 1 സെൻറ്റ് ഭൂമി ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? രാവിലെ 11:30 മണിക്ക്, 11നും 11:30ക്കും ഇടയ്ക്ക് ഇല്ലായിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ചെല്ലാൻ പറഞ്ഞ് പോകാൻ പറഞ്ഞ് പോയതാണ്. വിളിപ്പിച്ചതാണ്. പോലീസിൻ്റെ ഒത്താശയോടെ കൂടിയാണ് ഇത് ഇത്രയും നടന്നേക്കുന്നത്. കള്ളക്കേസ് ഒപ്പിച്ചത്. രാത്രി വരെ കിടന്നുറങ്ങാൻ വിട്ടില്ല. എന്നിട്ട് ഇത്രയും സംഭവം ഉണ്ടായിട്ടും കല്ലേറും ബഹളം, ഗുണ്ടകൾ മൊത്തം ചിതറ പഞ്ചായത്തിലുള്ള ഗുണ്ടകളെല്ലാം പെരയ്ക്കകത്തായിരുന്നു. അവന്മാരെ വിളിച്ച് ഇതിനകത്ത് കയറ്റി കല്ലേറായിരുന്നു. രാത്രി 4 വരെ ഈ കല്ലേറും ബഹളം, ചീത്തവിളി എന്ന് പറഞ്ഞാൽ ചീത്തവിളിയായിരുന്നു. രാത്രി 4 മണിയായ അവന്മാർ വന്നപ്പോൾ ഇവിടെ ബഹളമായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും. ഇത് കോഴിക്കടയായി. ഇത് ഇടിച്ചിട്ടായിരുന്നു. കോഴിക്കട നടത്തുമായിരുന്നു. പിന്നെ കോഴി കച്ചവടം ഇല്ല, വിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ അത് എരുത്തിലാക്കി ജീവിച്ചോണ്ടാണ് ഞങ്ങൾ കഴിയുന്നതല്ല. ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഒന്നുമില്ല ഇതില്ല. ഇറങ്ങാൻ 6 മാസത്തിന് മുമ്പേ ഇറങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ മുടക്കിയ പൈസ തരാൻ പറഞ്ഞു. പൈസ തരാൻ പറഞ്ഞപ്പം അനക്കമില്ല. തരാം ആദ്യം പറഞ്ഞ് തരാമെന്ന്. പിന്നെ ഗുണ്ടകളെ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ അടിക്കാൻ ഗുണ്ടകളെ കൊണ്ടുവന്നു. പിന്നെ പൈസ തരാതായി. പിന്നെ അങ്ങ് പോലീസായി. 6 മാസം കൊണ്ട് പോലീസ് സ്റ്റേഷനായി. 6 മാസത്തെ വാടക കൊടുക്കാനുമുണ്ട്. അങ്ങനെ കിടക്കുക. പൊളിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓർക്കപ്പുറത്ത് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം ഇങ്ങനെ സംഭവം കിടക്കുന്നത്. കിടക്കുന്നു.